കൃഷ്ണകഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര പറയണേണ്, അതൊന്നും അല്ലമ്മേ, ആ പെൺകുട്ടിയെ കയറി പിടിക്കാൻ വേണ്ടി ഉദയൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാവരും പിടികൂടുമെന്നായപ്പോൾ ഗാതമ്മളുടെ പേരിൽ എങ്ങനെയെങ്കിലും കുട്ടിച്ചാരി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു. അതിനായി പോയി കള്ളക്കഥ മുഴുവൻ പറയുന്നത്. അന്നേരം മുത്തശ്ശി പറയണേ, ഉദയൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതല്ലേ, എത്രയൊക്കെ കണ്ടാലും കേട്ടാലും പഠിക്കില്ല മൂന്നും. ഭർത്താവിന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കല്ലേ അമ്മയും മോളും കൂടി. ഇനി മേലൈക്കാരിയുടെ പറഞ്ഞു പോരുത്, എത്ര പറഞ്ഞാലും നാണമില്ലല്ലോ. എത്ര തവണ ഇവിടെ നിറകി വിടാൻ ശ്രമിച്ചാലും കൈയും കാലും പിടിച്ച് വീണ്ടും ഇവിടെ നിൽക്കും. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലുണ്ടല്ലോ, പിന്നെ മൂന്നിനും ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി പച്ചവെള്ളം പോലും തരില്ല. പട്ടിണി കിടക്കട്ടെ, പട്ടിണി കിടന്ന് മരിക്കട്ടെ, അങ്ങനെയെങ്കിലും ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടുമല്ലോ. ഈ സമയം നിർമ്മല പറയണേ, എടുക്കാതെ നീ ജയിച്ചു എന്ന് കരുതണ്ട, ഇത്തവണ നീ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി നിൻ്റെ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇനി ഇവിടെ എത്തുമ്പോഴുണ്ടല്ലോ, കൈ കിട്ടും നമ്മളെ ആദ്യം ഞങ്ങൾ കെട്ടിയിടും, എന്നിട്ടാണ് അടുത്തതിനെ തപ്പാൻ പോകുന്നത്. അത് കേട്ടിട്ട് ഉദയം പറയണേ, നിർമ്മലെ ആ ഐഡിയ കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവളെ ഇപ്പം തന്നെ കെട്ടിയിട്ടിട്ട് മറ്റവളെ തപ്പാൻ പോയാലോ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് നിർമ്മല അവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീൻ കൃഷ്ണൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയണേ, സോറി കഥ, താനിന്ന് നല്ല മൂഡിലായിരുന്നു, എന്നാൽ എൻ്റെ അമ്മാവനും അമ്മായിയും കൂടി ചേർന്ന് അതെല്ലാം നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അന്നേരം നവീനോട് കൃഷ്ണ പറയണേ, സാരമില്ല നവീൻ, അവരുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ, ഇന്നൊരു നല്ല ദിവസമല്ലേ, അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കേണ്ട, അതൊക്കെ വിടാം. അതേ സുമിത്ര പറയണേ, കണ്ടില്ലേ ഗാതമോൾ പറയുന്നത്, എത്ര നന്നായിട്ട് മോള് സംസാരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഗാതേനെയും മോളിക്കുട്ടീനെയും ശ്രീനിവാസനെയാണ് കേട്ടോ. അന്നേരം ബാക്കിലിരുന്ന് മോളിക്കുട്ടിയും ഗാഥയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങൾ പെറുപുറത്തുകൊണ്ടിരിക്കുവാണ്. ഗാഥക്കാണെങ്കിൽ ഇവിടെ ഇരിക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ മോളിക്കുട്ടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഗാഥയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ശ്രീനിവാസൻ ചോദിക്കണേ, അല്ല എന്തു പറ്റി, എന്താ രണ്ടാളും കൂടി ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ല സാറേ, അല്ല കൃഷ്ണ പറയുമായിരുന്നേ, സാർ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ 3-4 ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ഇപ്പം നമുക്കെന്നാൽ ക്ഷേത്രത്തിലേക്ക് പോയാലോ എന്നാണ് കൃഷ്ണ ചോദിക്കുന്നത്. ആഹാ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കളയണ്ട, ഇപ്പം തന്നെ പോയേക്കാം. ഇവിടെ അടുത്തേ ഒരു കടത്തനായിട്ട് ക്ഷേത്രമുണ്ട്, നല്ല ക്ഷേത്രമാണ്, അത് നമുക്ക് അങ്ങോട്ട് പോയേക്കാം അല്ലേ മോളെ? അല്ല മോളെന്താ ഒന്നും പറയാത്തേ, മോൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മോൾക്കിട്ടോട് പറയേണ്ട ആവശ്യമുണ്ടോ? മോൾക്ക് നേരിട്ട് എന്നോട് പറഞ്ഞൂടെ? അതെങ്ങനെയാച്ചാ, ഇവള് ചാടിക്കയറി പറയുമല്ലേ അതിനു മുമ്പായിട്ട്. ശരി ശരി. പിന്നീട് ശ്രീനിവാസ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത ലോട്ടറിനെ കുറിച്ചിട്ടും ലോട്ടറിൻ്റെ കമ്മീഷനെ കുറിച്ചിട്ടും അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിനെല്ലാം ചാടിക്കയറി മറുപടി പറയുന്നത് മോളിക്കുട്ടിയാണ്. അത് കണ്ടിട്ട് ശ്രീനിവാസന് സംശയം തോന്നുക, ഇതെന്തു പറ്റി, മോളോട് ചോദിക്കുന്നതിനെല്ലാം ഈ മോളിക്കുട്ടി തന്നെയാണ് ഉത്തരം പറഞ്ഞത്. മോൾക്കതാ അത്രക്ക് വയ്യേ, ക്ഷീണോ തളർച്ച എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല ചാം. പിന്നീട് ശ്രീനിവാസ് പെട്ടെന്നൊരു സ്ഥലത്ത് വണ്ടി നിർത്തുവാണ്. അന്നേരം ഗാഥയോട് ഇറങ്ങാൻ പറയണേ, മോളെ ഇറങ്ങ്, ക്ഷേത്രമെത്തി, വാ മോളിക്കുട്ടി, രണ്ടാളും വാ. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസ് അകത്തേക്ക് കയറി പോകുവാണ്. പിന്നാലെ തന്നെ ഗാഥയും മോളിക്കുട്ടിയും നിൽക്കുന്നുണ്ടാവും. അന്നേരം ഗാഥ പറയണേ, അതെ ഞാൻ എൻ്റെ ഫോണൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ അവിടെ തന്നെ വെച്ച് മറന്നു. അതിനെന്താ, നമ്മൾ വന്നിരിക്കുന്നത് അമ്പലത്തിലേക്കാ, അല്ലാതെ ഗെയിം കളിക്കാനൊന്നും അല്ലല്ലോ, നീ ഇങ്ങോട്ട് വന്നേ. ഗാഥക്കാണെങ്കിൽ മോളിക്കുട്ടിയുടെ ഈ ഒക്കെ സംസാരമൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സമയം മോളിക്കുട്ടി കൃഷ്ണക്ക് മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് ഗാഥയോട് പറയണേ, അതെ എന്താണെങ്കിലും നീ വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ കൃഷ്ണ ഇങ്ങോട്ട് വരും, കൃഷ്ണയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്, അവളോടനെ തന്നെ ഇവിടെ എത്തും. അതിനുശേഷം നിനക്ക് നിൻ്റെ നവീൻ്റെ അരികിലേക്ക് തന്നെ പോകാം, ഞങ്ങളെ അച്ഛൻ്റെ കൂടെ ഇവിടെ നിന്ന് പൊക്കോളാം. അവളതിനിങ്ങോട്ട് വന്നിട്ട് വേണ്ടേ, അവൾ കിട്ടിയ അവസരം അവിടെ മുതലാക്കുമായിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ ഗാഥ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ വിഷുക്കണി എടുക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം കീർത്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അന്നേരം സുമിത്ര ഇത് കണ്ട് അങ്ങോട്ടേക്ക് വരുക. ആഹാ, മോളിതെല്ലാം ഒരുക്കി വെച്ചോ? അന്നേരം കൃഷ്ണ പറയണേ, എല്ലാം പെട്ടെന്ന് ഒന്നെടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഓരോ ദിവസം നിങ്ങൾ എവിടെയാണ് എന്താണെന്നൊന്നും അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഈ സമയം അത് കണ്ടിട്ട് സുമിത്ര പറയണേ, സത്യം പറയാലോ മോളെ, ഞാൻ പലതവണ വിഷുക്കണി വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സാധനം ഞാൻ വെക്കാൻ മറന്നിട്ടുണ്ടാവും. പിന്നെ അമ്മയും നന്ദേട്ടനും ഒക്കെ പറയുമ്പോഴായിരിക്കും ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുന്നത്. പക്ഷേ മോളെ എത്ര കൃത്യമായിട്ടാണ് എല്ലാം കൊണ്ടൊന്ന് വെച്ചിരിക്കുന്നത്, അസലായിട്ടുണ്ട്. അന്നേരം കീർത്തി ചോദിക്കുന്നുണ്ട്, അല്ല ശരിക്കുള്ള കഥ തന്നെയാണോ ഈ നിൽക്കുന്നത്? ഇവളുടെ മറ്റും ഭാവം പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. കീർത്തി, നിൻ്റെ അമ്മ അച്ഛനും നിർത്തിയപ്പോൾ നീ തുടങ്ങിയോ? നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നല്ല ദിവസത്തോട് നീ ഇത് വാങ്ങിക്കരുത്. ഈ സമയത്തായിരിക്കും മുത്തശ്ശി നന്ദനും അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം സുമിത്ര അവരോടും കൃഷ്ണ ഒരുക്കിയ കണീനെക്കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാ സുമിത്ര പറഞ്ഞത്, നന്നായിട്ടുണ്ട്.
എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ മോൾ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, മിടുക്കി. ഈ സമയം കൃഷ്ണ പറയണേ, അമ്മേ ഇനി കുറച്ച് പൂക്കളും കൂടി വേണം, നമുക്ക് നമ്മുടെ ആ ഗാർഡൻ്റെ അങ്ങാറ്റത്ത് നിന്ന് എടുത്താലോ? അതിനെന്താ, മോള് വാ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ്റെ ഒപ്പം സുമിത്ര അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഈ സമയം കീർത്തി അവിടെ നിന്നും പോകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയണേ, ദേ കണ്ടില്ലേ നന്ദ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് കൃഷ്ണമോള് തന്നെയാ, അല്ലാതെ ഗാഥയല്ല. അത് ശരിയാമ്മ പറഞ്ഞത്, ഗാഥക്കൊരിക്കലും ഇവിടെ ഇതുപോലെ ഇങ്ങനെയൊന്നും നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെയൊരു ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ അവൾ ഈ പരിസരത്ത് പോലും ഉണ്ടാവില്ല. ഭഗവാനായിട്ട് കൃഷ്ണയെ കൃത്യസമയത്ത് ഇവിടെ എത്തിക്കുന്നുണ്ട്. എത്രയൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയാലും നാഗദൈവങ്ങൾ കൃഷ്ണയെ നമ്മളിലേക്ക് അടുപ്പിക്കുവാണ് മോനെ. നവീൻ്റെ സങ്കടങ്ങൾ ദൈവങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് ദൈവമായിട്ട് തന്നെ സൂചനയാണ്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, നവീൻ്റെ ജീവിതത്തിൽ കൃഷ്ണ മാത്രമേ ഉണ്ടാകൂ. നാഗപൂജ ചെയ്തത് കൃഷ്ണമോളാണ്. ഇപ്പോൾ താൻ വിഷുക്കണി ഒരുക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ ചെയ്തതും കൃഷ്ണമോള് തന്നെ. എല്ലാം ദൈവഹിതം തന്നെയാണ് നന്ദ. അങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുമായിരിക്കും കേട്ടോ. ഈ സമയം അവിടെ ഉദയനാണെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും മോൾക്കുട്ടിയുടെ കയ്യിൽ നിന്നൊക്കെ തല്ലി കിട്ടിയ കാര്യം പറഞ്ഞ് നിർമ്മലയോട് സംസാരിച്ചിരിക്കുമായിരിക്കും. എന്താണെങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് തല്ലി കിട്ടി എനിക്ക് ശീലമായി. അതുകൊണ്ട് തന്നെ തല്ലക്കൊരു തല്ലോടൽ പോലെ തോന്നുന്നത്. പക്ഷേ അവളോടല്ലോ ആ മോൾക്കുട്ടി, അവളുടെ തല്ല്, ഓ എന്നാ ഒരു കരുത്താണ് അവൾക്ക്. നിങ്ങൾ പിന്നെ ഓരോ മണ്ടത്തരം കാണിച്ചു കൂട്ടിയിട്ടല്ലേ ആ ഗാഥയുടെ കള്ളത്തരം പിടികൂടാൻ പോയിട്ട് വേറൊരു പെണ്ണിനെ കയറി പിടിച്ചിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കിട്ടണം. ദേ നിർമ്മലെ, നീ അങ്ങനെ പറയരുത്. നീയും നിൻ്റെ മോളും കൂടി ഓരോ കാര്യങ്ങൾ പറയും, അത് കേട്ട് തുള്ളാൻ ഞാൻ നിൽക്കുന്ന ഒരു മണ്ടൻ. നിങ്ങൾ മണ്ടനാണെന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ. അന്നേരം ഒരിക്കലും കീർത്തി അങ്ങോട്ടേക്ക് വരുന്നത്, അമ്മേ അവിടെ ഉണ്ടല്ലോ അവൾ കണിയൊരുക്കിക്കൊണ്ടിരിക്കുക. എനിക്കൊരു കാര്യത്തിൽ 100% സംശയമുണ്ടമ്മേ. ഇപ്പോൾ ഇവിടെയുള്ളതേ ആ പഴയ കഥയെല്ലാം. അവളെ കൊണ്ട് ഒരിക്കലും ഇതുപോലെ കണിയൊരുക്കാനോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനോ ഒരിക്കലും പറ്റില്ല. ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സിത്താര ശ്രീനിവാസൻ്റെ മകൾ ഗാഥ ശ്രീനിവാസിനെ അതിന് പറ്റുമോ നമുക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാ മോളെ നീ പറഞ്ഞത്. അവളെ കൊണ്ട് അതിനൊരിക്കലും സാധിക്കില്ലെന്ന് നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത് മറ്റവളായിരിക്കും. പക്ഷെ നമുക്കത് തെളിയിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സമയത്തായിരിക്കോട്ടോ പെട്ടെന്ന് ഗാഥയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് നിർമ്മല കാണുന്നത്. അല്ല, ഇതാരുടെ ഫോണാ? എവിടെ നോക്കട്ടെ. ഇതേ ആ ഗാഥയുടെ ഫോണാണെന്നാണ് തോന്നുന്നത്. നമുക്കിത് വെച്ചൊരു കളി കളിച്ചാലോ? എന്ത് കളി? ഒരു മിനിറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് കീർത്തി ആ ഫോണൊക്കെ നോക്കുവാണ്. എന്നിട്ട് പറയണേ, ഇതിലെ ഫിംഗർ ലോക്കാണ് ഇട്ടിരിക്കുന്നത്. ഗാഥയുടെ വിരൽ വെച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആകുകയുള്ളൂ. നമുക്ക് ഇവിടെയുള്ള ഗാഥ അവളോട് ഈ ഫോണൊന്ന് ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാലോ? അവളുടെ ഫിംഗർ വെച്ചാൽ ഇത് തുറക്കുകയില്ലോ എന്നറിയാമല്ലോ. നമ്മുടെ സംശയം ശരിയാണെങ്കിൽ ഇവിടെയുള്ളത് യഥാർത്ഥ ഗാഥയല്ല. അങ്ങനെയുള്ളപ്പോൾ അവളുടെ കൈ വെച്ച് ഇതൊരിക്കലും തുറക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ സത്യം തെളിയിച്ചൂടെ? ആഹാ, അത് കൊള്ളാലോ മോളെ. ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ്. നമുക്ക് അവളിപ്പോൾ തന്നെ കൈയോടെ പൂട്ടാം. നീ വാ. നിങ്ങളെന്താ വരുന്നില്ലേ? അല്ല നിർമ്മലെ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയി വാങ്ങിച്ചാൽ പോരെ? ഞാനും കൂടി കൂടെ വന്നോ? എപ്പോഴും നിങ്ങൾ അമ്മയും മോളും ഇതുപോലെ ഓരോന്ന് ചെയ്യും. അതിൻ്റെ തല്ല് വാങ്ങിക്കൂട്ടേണ്ടതേ ഞാനാണ്. എനിക്കൊരു തല്ല് കൊള്ളാൻ വയ്യാം. നിങ്ങൾ മര്യാദക്ക് വരുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് ഉദയനെയും കൂട്ടി നേരെ പൂജാമുറിയിലേക്ക് പോകുവാണ്. ഈ സമയം അവിടെ സുമിത്രയും കൃഷ്ണ ഇരുന്ന് കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അന്നേരം നിർമ്മല അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയണേ, അതെ മോളെ, ഇത് ആരുടെ ഫോണാ? ഇത് എൻ്റെ ഫോണാണല്ലോ എന്ന് കൃഷ്ണ പറയുക. ആണോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഇതിൻ്റെ ലോക്കൊന്ന് ഓപ്പൺ ചെയ്തേ എന്ന് പറഞ്ഞ് കൃഷ്ണയുടെ കയ്യിലേക്ക് കീർത്തിയെ ഫോൺ കൊടുക്കുവാണ് കേട്ടോ. അന്നേരം കൃഷ്ണയാണെങ്കിൽ ആകെ പെട്ടല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുക. ഈ സമയം കീർത്തി പറയണേ, ദേ വലിയമ്മേ, ഞങ്ങളിവിടെ 2 ഗാഥയുണ്ടെന്ന് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ലല്ലോ. ഇത് ഗാഥയുടെ ഫോണാ. ഞങ്ങൾ പറഞ്ഞതുപോലെ മറ്റേ ഗാഥയാണെങ്കിൽ ഇവളെ കൊണ്ടൊരിക്കലും ഈ ഫോണിൻ്റെ ലോക്ക് തുറക്കാൻ പറ്റില്ല. ഇതിൽ ഫിംഗർ ലോക്കാണ് ഇട്ടിരിക്കുന്നത്. അമ്മായിക്ക് അത്ര കുറപ്പുണ്ടെങ്കിൽ ഇവളോട് ഈ ലോക്കൊന്ന് തുറക്കാൻ പറ. അന്നേരം സുമിത്ര പറയണേ, 3 കൂടി വീണ്ടും അടുത്തതുമായിട്ട് വന്നല്ലേ എൻ്റെ കഥ മോളെ, ആ ലോക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്ക്. എന്നാൽ ഇവരുടെ ശല്യം ഒന്ന് തീരുവുള്ളൂ. അല്ലമ്മേ, ഇതെൻ്റെ ഫോണാണെന്ന് തെളിയിക്കാൻ ലോക്ക് തുറക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? അന്നേരം നിർമ്മല പറയണേ, എന്താടി ഞാൻ പേടിച്ചു പോയോ? അതുകൊണ്ടല്ലേ നീ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത്? ഇത് നിൻ്റെ ഫോണാണല്ലോ, അപ്പം നീ ഇതിൻ്റെ ലോക്കൊന്ന് തുറക്കും. സുമിത്രേ, ഇവളെ കൊണ്ട് അതിന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇവളെ ഇപ്പം തന്നെ വിളിച്ച് ഈ വീടിന് പുറത്താക്കിക്കൊള്ളണം. എന്താ സമ്മതമാണോ? സമ്മതം. പക്ഷേ പകരം ഗാഥമോളിത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും ഈ വീട് മുഴുവൻ ക്ലീൻ ചെയ്യണം. കണിയൊരുക്കുന്നതിന് മുമ്പേ ഇവിടെ എല്ലാം വൃത്തിയാക്കണം. മാത്രമല്ല പുറത്ത് പുല്ല് പറിച്ച് അവിടെയും വൃത്തിയാക്കണം. എന്താ സമ്മതമാണോ? സമ്മതം എന്ന് കീർത്തിയും നിർമ്മലയും കൂടി പറയുവാണ് കേട്ടോ. അത് കേട്ടിട്ട് ഉദയനും പറയണേ, ഹാവു എന്താണെങ്കിലും ഇത്തവണ തല്ലിയില്ലല്ലോ, ഒരു വെറൈറ്റി ഉണ്ട്. നോക്കാം. അങ്ങനെ കൃഷ്ണയോട് അതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറയുവാണ് കേട്ടോ. ഈ സമയം കൃഷ്ണയാണെങ്കിൽ എന്ത് ചെയ്യും ഭഗവാനെ എന്നും പറഞ്ഞ് ഫോണിങ്ങനെ കൈ പിടിച്ച്
അതിലേക്ക് ഇങ്ങനെ ഫിംഗർ വെക്കാനായിട്ട് കൈ കൊണ്ടുവരുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും ഗാദയുടെ ഫോണിലേക്ക് സിത്താര വിളിക്കുന്നത്. അങ്ങനെ മമ്മിയുടെ കോൾ കാണുന്നതും കൃഷ്ണ വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. ഹലോ മമ്മി പറഞ്ഞോ. അന്നേരം സുമിത്ര പറയണേ, കണ്ടില്ലേ ദേ ഗാദമോള് ലോക്ക് ഓപ്പൺ ചെയ്തല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്, വിശ്വാസമില്ലേ? അന്നേരം കൃഷ്ണ അത് കാണിച്ചു കൊടുക്കണേ, കണ്ടോ ഞാൻ ലോക്ക് ഓപ്പൺ ചെയ്തു, ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ദേ മമ്മീനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പറഞ്ഞ കൃഷ്ണ വേഗം തന്നെ അവിടെ നിന്ന് വിട്ട് കളയുവാണ്. അന്നേരം കീർത്തി വരണേ, അമ്മായി അവൾ പറയുന്നൊന്നും വിശ്വസിക്കല്ലേ, അവൾക്ക് ആ ലോക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. കോൾ വരാനേ ലോക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ വരും. ദേ ഇനി മിണ്ടിപ്പോരുത്, 3 പേരും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ തോറ്റു, അതുകൊണ്ട് പോയി വീടൊക്കെ തുടച്ചിടാൻ നോക്കും. അങ്ങനെ പറഞ്ഞ് സുമിത്രയും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഉദയന് സന്തോഷമാകുക. എന്താണെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യം പാളിപ്പോയെങ്കിലും നമുക്ക് തല്ലൊന്നും കിട്ടിയില്ലല്ലോ, അത്ര ആശ്വാസം. എന്താശ്വാസം? സുമിത്ര പറഞ്ഞത് കേട്ടില്ലേ, വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടാൻ. നിങ്ങൾ വേഗം തുടച്ച് വൃത്തിയാക്കാൻ നോക്ക്. അല്ല നിർമ്മലെ, നീ വരുന്നില്ലേ? ഓ എനിക്ക് വയ്യ, നടുവേദനയാണ്, കോലിൽ നിന്ന് തുടക്കാനൊന്നും വയ്യ. കീർത്തിയും കഴിയുവാണ്. അച്ഛാ എനിക്കും തീരെ വയ്യ. ഓ അത് ശരി, അമ്മയും മോൾക്കും അല്ലെങ്കിലും എല്ലാ പണിയും എനിക്ക് തരാൻ നല്ല സന്തോഷമാണല്ലോ. അങ്ങനെ പറഞ്ഞ് ഉദയൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സിത്താരയാണെങ്കിൽ ടെൻഷനാകുക. ഗാഥ വിളിച്ചിട്ട് ഹലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, പിന്നൊന്നും മിണ്ടിയില്ല. അങ്ങനെ പറഞ്ഞ ടെൻഷനോട് കൂടി സിത്താര വീണ്ടും വിളിക്കുവാണ്. അന്നേരം കൃഷ്ണയാണെങ്കിൽ കുറച്ച് പുറത്തേക്ക് മാറി നിന്ന് കോൾ ചെയ്യുവാണ് കേട്ടോ. ഹലോ മാഡം. കൃഷ്ണ നീയോ? നീ എന്താ ഗാഥയുടെ ഫോണിൽ നിന്ന്? ഗാഥമോൾ എവിടെയാ? അത് പിന്നെ ഗാഥ ഇവിടെയില്ല. അങ്ങനെ കൃഷ്ണ നടന്ന കാര്യങ്ങളെല്ലാം പറയുക. അത് കേട്ട് സിത്താര ഞെട്ടിപ്പോകുവാണ്. എന്താ പറഞ്ഞത്? ഗാഥ അയാൾക്കൊപ്പമാണെന്നോ? എന്തൊക്കെയൊക്കെ നടക്കുന്നത്? കൃഷ്ണ നീ ഒരിക്കലും എൻ്റെ മോളുടെ ജീവിതം തകർക്കില്ല എന്ന് എനിക്ക് വാക്ക് തന്നതാണ്. മുമ്പ് പല സന്ദർഭങ്ങളിലും നീ അത് പാലിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ശ്രീനിവാസ് തിരിച്ചു വന്നതിന് ശേഷം എന്താ നിൻ്റെ തീരുമാനം? അയാൾ നിൻ്റെ മനസ്സ് മാറ്റിയോ? നവീനൊപ്പം ജീവിക്കാം എന്നാണോ നീ ഇപ്പോൾ കരുതിയിരിക്കുന്നത്? അയ്യോ ഒരിക്കലും ഇല്ല മാഡം, ഞാൻ നവീൻ്റെ കാര്യം അച്ഛനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്നേരം സിതാര പറയണേ, എനിക്ക് നീ പറയുന്ന ഒന്നും കേൾക്കണ്ട, എൻ്റെ മോള് ഉടനെ അവിടെ തിരികെ എത്തണം. അന്നേരം കൃഷ്ണ പറയണേ, മാഡം വിഷമിക്കാതിരിക്കെ, അവരിപ്പോൾ ക്ഷേത്രത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഉടനെ തന്നെ ഇറങ്ങും, ആശുപത്രിയിലേക്ക് പോയിക്കോളാം. അവിടുന്ന് അച്ഛൻ്റെ കൂടെ ഞാൻ പോയിട്ട് ഗാഥയെ കളരിക്കിലേക്ക് തന്നെ തിരിച്ചു അയച്ചോളാം. മാഡം ധൈര്യമായിട്ടിരിക്കുക. ഈ സമയം സിതാര പറയണേ, ഇങ്ങനൊരവസ്ഥയിലും ഞാൻ നിന്നെ വിശ്വസിക്കുവാണ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കൃഷ്ണ കണിയൊരുക്കിയതിന് ശേഷം നവീൻ്റെ കണ്ണൊക്കെ പൊത്തിക്കൊണ്ട് എല്ലാവരും കൂടി കണി കാണാനായിട്ട് വരുവാണ്. അങ്ങനെ കൃഷ്ണ ഒരുക്കിയ കണിയിൽ എല്ലാവരും മനസ്സ് നിറഞ്ഞു നിന്ന് കണിയൊക്കെ കണ്ട് ആസ്വദിക്കുവാണ്ടോ. അതിനുശേഷം നവീൻ കൃഷ്ണയോട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്